ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26ആയി. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങി. നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. प्रश्नकाल में महत्वपूर्ण प्रश्न पूछो, कई विभागों के महत्वपूर्ण प्रश्न है और आप नियोजित तरीके से पोस्टरबाजी करके प्रदर्शन कर सदन की गरिमा को घटाना चाहते हैं. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ സഭ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 26ആയി. 4 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്കുകൾ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയും വീടുകളിൽ വെള്ളം കയറിയവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്താനും വീടുപണി പൂർത്തീകരിച്ചു നൽകാനും തീരുമാനിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കും. ഇതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായ നയം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കോട്ടയം ജില്ലയിൽ പുലർച്ചെ മുതൽ മഴ ശക്തമായി തുടരുന്നു. കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. നായർ. കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. 4 ദിവസമായി ജില്ലയിൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട്. പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. കുമരകം, ആർപ്പുക്കര, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്തുകളിലെ 70% വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്കുള്ള ഗതാഗതം സാധ്യമല്ല. ഇടറോഡുകളടക്കം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8,321 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ദിവസങ്ങൾ നീണ്ട മഴക്കെടുതികൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആറന്മുളയിലെ ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ 103 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ ക്യാമ്പുകളും തിരുവല്ല താലൂക്കിലാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പമ്പ, അച്ചൻകോവിൽ എന്നീ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവിൽ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറി. കുട്ടനാട്ടിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ബസ് സർവീസുകൾ KSRTC നിർത്തിവച്ചു. ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആഗോളതലത്തിലെ മാറ്റങ്ങൾക്കിടയിൽ ഗ്ലോബൽ സൌത്ത് മുന്നോട്ടുവയ്ക്കുന്ന ആശയങ്ങൾ ഏറെ പ്രസക്തമെന്ന് വിദേശകാര്യമന്ത്രി എസ്. ജയശങ്കർ. പഠനയാത്രയുടെ ഭാഗമായി ഇന്ത്യ സന്ദർശിക്കുന്ന 17 രാജ്യങ്ങളിലെ ഐക്യരാഷ്ട്രസഭ സ്ഥിരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഏപ്രിൽ ജൂൺ പാദത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണെന്നും RBI ഗവർണർ പറഞ്ഞു. After a detailed assessment of the evolving macroeconomic and financial developments, as well as the outlook, the MPC decided unanimously to keep the policy repo rate unchanged at 5.25%. Consequently, the SDF rate shall remain unchanged at 5% and the MSF rate and the bank rate at 5.5%. യമൻ തീരത്തിന് സമീപം ചെങ്കടലിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടലിൽ മുങ്ങിയ MSV ഫൈസ് നൂറി ഒലിയ എന്ന കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനത്തിൽ നിർണായക സഹായം നൽകിയ യമൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചു. നീറ്റ് UG 2026 ഒന്നാംഘട്ട അഖിലേന്ത്യാ കൌൺസിലിംഗ് രജിസ്ട്രേഷൻ ഇന്നു മുതൽ തുടക്കം. മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഒന്നാംഘട്ട രജിസ്ട്രേഷനും ഫീസ് അടയ്ക്കാനുമുള്ള സമയപരിധി ഈ മാസം 12 വരെയാണ്. 60-ന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്ര സൌജന്യമാക്കി ഉത്തർപ്രദേശ് സർക്കാർ. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് തീരുമാനം പ്രയോജനകരമാകും. അസമിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ബ്രഹ്മപുത്രയിലും പോഷക നദികളിലും വെള്ളം അപകടകരമായ നിലയിൽ തുടരുകയാണ്. അസമിലെ 10 ജില്ലകളെയാണ് പ്രളയം രൂക്ഷമായി ബാധിച്ചത്. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 89 ഉയർന്നു. അസമിലും മേഘാലയയിലും ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് വിലയിടിവ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% കുറഞ്ഞ് ബാരലിന് $80 താഴെയെത്തി. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും വ്യക്തമാക്കി. എന്നാൽ അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടക്കുന്നില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ഇഷ റാണി ബറുവ, തൻവി ശർമ്മ, ശ്രിയാൻഷി എന്നിവർ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത്, കിരൺ ജോർജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ ഡബിൾസിൽ തായ്ലൻഡ് സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ കൃഷ്ണപ്രസാദ്, പൃഥ്വി കൃഷ്ണമൂർത്തി സഖ്യം 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ വാസ്തവ വിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15-ന് മുൻപായി MyGov പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ വിദേശ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പാക് അധിനിവേശ കാശ്മീരിലെ സംഘർഷങ്ങൾ അന്വേഷിക്കണമെന്നും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നിവിടങ്ങളിൽ നിന്നും മാത്രമാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാവുക. മറ്റിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് പുതിയ നിർദ്ദേശം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 26 കാർഷിക മേഖലയിൽ 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം രേഖപ്പെടുത്തിയതായി മുഖ്യമന്ത്രി VD സതീശൻ. പത്തനംതിട്ട ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വെള്ളക്കെട്ട് തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ആഗോളതലത്തിൽ എണ്ണവില 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്.
കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ സെമിയിൽ പ്രവേശിച്ച് തൻവി ശർമ്മ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.